ലൈഫിലാണെങ്കിൽ നമ്മുടെ ചില ദിവസം ലൈഫിൽ ഒരു ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഡെയിലി റുട്ടീൻസ് ഓരോരോ വർക്ക് ചെയ്യാൻ നേരത്ത് കൺസൾട്ടൻസി ഇങ്ങനെ വർക്ക് ഡിസിപ്ലിൻ ചെയ്ത് നമ്മുടെ എയിമിനെ പറ്റി ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മേ ബി വർക്കൗട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഡ്രീമിന് വേണ്ടിയുള്ള ദിവസം ചെയ്യുന്ന റുട്ടീനായിരിക്കും. ആ വർക്ക് എടുക്കുന്ന ടൈമിങ്സ് ആയിരിക്കും. ചില ദിവസം നമുക്കത് പറ്റത്തില്ല. കാരണം അതുകൊണ്ടെന്ന് വെച്ചാൽ ഒരു കാര്യം വിചാരിക്കണം, നമ്മൾ മനുഷ്യന്മാരെന്ന് വെച്ചാൽ നമുക്ക് റെസ്റ്റ് വേണം. ഇപ്പോൾ വെച്ചാൽ എന്തെങ്കിലും മെഡിക്കൽ റീസൺ കൊണ്ട്. കാരണം ഇപ്പം മെയിൻലി ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, പോകുന്ന വഴിക്ക് അവിടെ വെച്ചൊന്ന് സ്റ്റോപ്പായി പോകും. കാരണം പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് വേണ്ട, സ്റ്റോപ്പ് വേണ്ടി വരും. കാരണം പറ്റത്തില്ലായിരിക്കും. ഈ ഇടയ്ക്ക് എനിക്ക് പറ്റും. കാരണം ദിവസം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നടന്നില്ല. കാരണം 2-3 ദിവസം അങ്ങ് നിന്നുപോയി. പിന്നെ എനിക്കതൊരു മടിയായി തീർന്നു. കാരണം അതൊരു പ്രോപ്പർ റീസൺ ഉണ്ടായിരുന്നു അവിടെ. ബട്ട് ആ റീസണ് ഞാൻ മുതലെടുത്തു. പിന്നെ ഞാനത് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. കാരണം പിന്നെ ഞാനത് സ്റ്റാർട്ടപ്പ് ചെയ്ത് പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യണം. അത് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഇപ്പം അങ്ങനെ വല്ലതും നടന്ന് പിന്നെ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിക്കുക. കാരണം നമ്മുടെ മിസ്റ്റേക്കല്ല, നമ്മളൊരു സിറ്റുവേഷനുള്ള പ്രോബ്ലം കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റേണ്ടത്. അവിടെ പിന്നെ നമ്മൾ ഇതൊക്കെ റിഗ്രറ്റ് ചെയ്യരുത്. കാരണം തിരിച്ച് ആരംഭിക്കുക. കാരണം അവിടെ ഡെയിലി അവിടെ 1 hour എടുക്കുന്നെങ്കിൽ എത്ര ദിവസം മിസ്സായി? 2-3 ദിവസം. ഓക്കെ, വേറൊരു ദിവസം ആ 1 hour എക്സ്ട്രാ വർക്ക് ചെയ്യുക. അതവിടെ നമ്മുടെ മൈൻഡിലുണ്ടല്ലോ. കാരണം നാട്ടുകാർ കാണിക്കുന്നില്ല നമ്മളത് ചെയ്യും. കാരണം നമ്മുടെ മൈൻഡിന് നമ്മളൊരു ഇത് കൊടുക്കണം. കാരണം 2 ദിവസം നമ്മളത് ചെയ്തില്ലെങ്കിൽ വേറെ 2 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. കാരണം അതിനുള്ള എക്സ്ട്രാ വർക്കിന് വരും. അപ്പോൾ അതേ റൊട്ടീനെ വരും. ഞാനത് ചെയ്തു. അപ്പോൾ ഇത് എന്നെക്കൊണ്ട് പറ്റും. കാരണം ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നതും കൂടെ നമ്മുടെ മൈൻഡിൽ കിട്ടുന്ന ഒരു ഇന്ന സംഭവം എന്ന് വെച്ചാൽ ലൈഫിലാണെങ്കിലും എന്തൊക്കെ സിറ്റുവേഷൻ എന്തൊക്കെ സംഭവിച്ചാലും അത് നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ മൈൻഡിന് പോസിറ്റീവ് എനർജി കൊടുക്കുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ബിസിനസ്സിലാണെങ്കിൽ ഏറ്റവും ലൈഫിൽ ഏത് സിറ്റുവേഷനാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. കണ്ടിന്യൂസ് പറ്റത്തില്ല. പ്രാക്ടിക്കലിൻ്റെ ഒരിക്കലും വരെ എന്തെല്ലാം ദിവസം കൊണ്ട് അത് ബ്ലോക്കേജായി പോകുന്നു. നമ്മൾ മനുഷ്യന്മാരാണ്, ഒട്ടേ മെഷീൻസ്. അത് നമ്മൾ വിചാരിക്കണം. എന്തൊക്കെ ചില റെസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ പറ്റത്തേ ഇല്ല. നമ്മളിടയ്ക്ക് നടന്നു പോയിരിക്കും. കാരണം റെസ്റ്റ് വേണം. മനുഷ്യനെ ഏറ്റവും നല്ല പ്രോപ്പർ സ്ലീപ്പ്, റെസ്റ്റ്, ഫുഡ് ഇതിലൊക്കെ പറ്റത്തേ ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ഓർത്തുകൊണ്ട് അവിടെ റിക്കവർ എടുക്കുക. കീപ് മൂവ് ചെയ്യും.